നമുക്ക് യാതൊരു അറിവുമില്ല. 2-3 തലമുറ കഴിയുമ്പോഴത്തേന് ബന്ധങ്ങളൊക്കെ അകന്നു പോകാറുണ്ടെന്നാൽ ഇവിടെ പറയുന്ന ബന്ധം എന്ന് പറയുമ്പോൾ തന്നെ 500 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവരോട് പറയുന്ന ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവനെ രാജാവാക്കുമ്പോൾ അവൻ ഒരിക്കലും അന്യജാതിക്കാരനായിക്കൂടാ എന്നാണ് ദൈവം അവിടെ പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഈ മുസ്ലിം സഹോദരന്മാരുടെ വ്യാഖ്യാന പ്രകാരമാണെങ്കിൽ അവർക്കൊരു രാജാവിനെ ഉണ്ടാകുന്ന ഇസ്മായിലിനാകണം. ദൈവം ഒരിക്കലും ഒരു ഇസ്മായിലിനെ അവരുടെ രാജാവാകണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ദൈവം ആഗ്രഹിച്ചുമില്ല. നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളിൽപ്പെട്ട അവരിലിടെ ഇന്നൊരു രാജാവിനെ ആക്കണമെന്നാണ്. അതിന് തെളിവ് നമുക്ക് പിൽക്കാല ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേലിലുള്ള എല്ലാ രാജാക്കന്മാരും ആ ഗോത്രങ്ങളിൽപ്പെട്ടവരാണ്. അല്ലാതെ ഒരു പുറജാതിക്കാരൻ അവരുടെ രാജാവായിട്ട് ഇരുന്നിട്ടില്ല. ഇത് ഏത് കാലത്തുള്ള ചരിത്രമാണ്. ഇന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ അവരെ ഭരിക്കുവാനോ രാജാവായിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുവരെ എഴുന്നേൽപ്പിക്കും എന്നുള്ള പദം കൊണ്ട് അവിടെ മോശ അർത്ഥമാക്കിയത് ഒരിക്കലും ഇസ്മായേലി വംശത്തിൽപ്പെട്ടവരാളെ കുറിച്ചല്ല. പ്രത്യുത അവരുടെ ഗോത്രങ്ങളിൽപ്പെട്ട 12 ഗോത്രങ്ങളിൽപ്പെട്ട ഒരുവരുടെ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് തെളിവായി ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 21, 22 വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് വളരെ സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഈ ചോദ്യത്തോട് തന്നെ അനുബന്ധിച്ച് പറയുന്നത് എന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ എന്നാണ്. മോശയെ പോലുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ വേദപുസ്തകം ബൈബിൾ എന്താണ് അതേക്കുറിച്ച് പഠിപ്പിക്കുന്നത്? ഇവർ തമ്മിലാണ്, മോശയും യേശു കർത്താവും തമ്മിലുള്ള സാമ്യങ്ങൾ. കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി താല്പര്യപ്പെടുക. ഒന്നാമതായി, അവർ രണ്ടുപേരും പ്രവാചകന്മാരെന്നുള്ള പേരിൽ അറിയപ്പെട്ടതാണ്. മോശയും യേശുവും പ്രവാചകന്മാരാണ് എന്നറിയപ്പെട്ടവരാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 87-ാമത്തെ വാക്യം, യോഹന്നാൻ 4:47. ഈ വാക്യങ്ങളെല്ലാം യേശു പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോശ ഒരു പ്രവാചകനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മോശ ഭൂമിയിലായിരുന്നപ്പോൾ ഇസ്രായേൽ രാഷ്ട്രം നയിച്ചതുപോലെ തന്നെ യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് ദൈവസഭയെ നയിക്കുന്നു. അതുകൊണ്ട് മോശയും യേശുവും തമ്മിൽ വളരെ സാമ്യമുള്ള വ്യക്തികളാണ്. രണ്ടാമതായി, മോശയും യേശുവും ഇസ്രായേലിലാണ്. നമുക്കറിയാം ഇവർ രണ്ടുപേരും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽപ്പെട്ടവരാണ്. ഒന്നാമത് യേശു കർത്താവ് യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരാണ്. മോശ ലേവി ഗോത്രത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവര് സഹോദരന്മാരുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവര് രണ്ടുപേരും ഒരു ഗോത്രത്തിൽ പറഞ്ഞവരാണ്. ഇനിയും മോശയും യേശുവും തമ്മിലുള്ള ഒത്തിരി സാമ്യങ്ങൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു വിട്ട്. മോശയും യേശുവും ദൈവവേലയ്ക്ക് വേണ്ടി ഈജിപ്റ്റ് വിട്ടവരാണ്. എബ്രായർ 11:27 വാക്യം, മത്തായി 2:15 വാക്യം. തങ്ങളുടെ ജനത്തിന്റെ ദാരിദ്ര്യത്തിൽ പങ്കാളികളാവാൻ വേണ്ടി മോശയും യേശുവും വലിയ ധനം ഉപേക്ഷിച്ചവരാണ്. എബ്രായ ലേഖനം 11:24, 25, 26 വാക്യങ്ങളും 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവും. രണ്ടുപേരുടെയും ജനനത്തിങ്കിൽ ശിശുഹത്യ നടന്നു. പുറപ്പാട് പുസ്തകം 1:18 വാക്യം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. രണ്ടുപേരെയും ശൈശവത്തിൽ ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു. പുറപ്പാട് 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ഇവർ രണ്ടുപേരും പിശാചുമായി പോരാടിയവരാണ്. പുറപ്പാട് 7:1, മത്തായി 4:1. രണ്ടുപേരും 40 ദിവസം ഉപവസിച്ചവരാണ്. പുറപ്പാട് 31:8, മത്തായി 4:2. രണ്ടുപേരും സമുദ്രത്തെ കീഴ്പ്പെടുത്തിയവരാണ്. പുറപ്പാട് 14:21, മത്തായി 8:26. രണ്ടുപേരും പുരുഷാരത്തെ തീറ്റിപ്പോറ്റിയവരാണ്. പുറപ്പാട് 16:15, മത്തായി 14:20-21. രണ്ടുപേരും ദൈവത്തോട് സംസാരിച്ചപ്പോൾ മുഖം പ്രകാശിച്ചു എന്ന തിരുവെഴുത്ത് പറയുന്നു. പുറപ്പാട് 34:35 വാക്യവും, മത്തായിയുടെ സുവിശേഷം 17:2 വാക്യവും. ഈ 2 വ്യക്തികളും തന്നോടൊപ്പം നടന്ന ജനത്തിന്റെ വെറുകുറുപ്പ് സഹിച്ചവരാണ്. പുറപ്പാട് 15:2, മർക്കോസ് 7:2. രണ്ടുപേരെയും വീട്ടുകാർ വെറുത്തതാണ്. സംഖ്യാപുസ്തകം 2:1, യോഹന്നാൻ 7:5. രണ്ടുപേരും ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവരാണ്. പുറപ്പാട് 32:32, യോഹന്നാൻ 17:1-9 വാക്യങ്ങൾ.
രണ്ടുപേർക്കും 70 സഹായികളുണ്ടായിരുന്നു. സംഖ്യ 11:16-17, ലൂക്കോസ് 10:1 രണ്ടുപേരും മരിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടതായി തിരുവെഴുത്ത് പറയുന്നു. മത്തായി 27 പ്രവൃത്തിയുടെ പുസ്തകം 1:3 രണ്ടുപേരും ഓർമ്മ പെരുന്നാളുകൾ സ്ഥാപിച്ചു. പുറപ്പാട് 12:14, ലൂക്കോസ് 22:19. രണ്ടുപേരും അത്ഭുതങ്ങൾ ചെയ്തവരാണ്. 10 ബാധകൾ മോശയുടെ കയ്യാൽ നടന്നു. ആ അത്ഭുതങ്ങൾ നടന്നു. യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് കാണാം. പുറപ്പാട് 7 മുതൽ 11 യോഹന്നാൻ 2:1-10 അതുപോലെ മറ്റു പല വാക്യങ്ങളും. ഇരുവരും ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചവരാണ്. മത്തായി 17:2, ആവർത്തനം 34:12. ദൈവികമായ കാര്യത്തിൽ രണ്ടുപേരും കോപിച്ചതായിട്ട് തിരുവെഴുത്ത് പറയുന്നു. പുറപ്പാട് 32:19, മത്തായി യോഹന്നാൻ സുവിശേഷം 2:13-14 വാക്യങ്ങൾ. രണ്ടുപേരും നിയമദാതാക്കളാണ്. പുറപ്പാട് 24:4, മത്തായി 5:1-21 വാക്യങ്ങൾ. ഈ പറയപ്പെട്ട 20 സാമ്യങ്ങളിലൂടെ മോശ പറഞ്ഞ എന്നെ പോലെയുള്ള ഒരു സഹോദരൻ, ഒരു പ്രവാചകൻ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞത് ഒരു കാരണവശാലും അത് മുഹമ്മദ് നബിയെ കുറിച്ചല്ല, യേശു കർത്താവിനെ കുറിച്ച് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ ചോദ്യത്തോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം ഇവർ പറയുന്നത്, മോശ പറഞ്ഞ പ്രവാചകൻ യേശു ക്രിസ്തു ആണെന്ന് യേശു ഒരിക്കലും അവകാശപ്പെട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു അല്ല എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തം. നമുക്ക് നോക്കാം യേശു കർത്താവ് അതിനെക്കുറിച്ച് ബൈബിൾ എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിനകത്തുനിന്ന് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ കടന്നു വന്ന് ചെന്ന് ചോദിച്ചു, നീ ആ പ്രവാചകനാണോ? ആ ചോദ്യത്തിന് യോഹന്നാൻ ഞാനല്ല എന്ന് പറഞ്ഞാൽ അക്ബർ സാഹിബിന്റെ വിചാരം അത് യേശു കർത്താവും കൂടി അല്ലെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞത്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറഞ്ഞത്? മോശ പറഞ്ഞ പ്രവാചകൻ, അല്ലെങ്കിൽ അന്ന് ഇസ്രായേൽ മക്കളുടെയിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന പ്രവാചകൻ എന്ന് പറയുന്നത് യേശു കർത്താവാണോ അതോ മുഹമ്മദ് നബിയാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായി, ആ പ്രവാചകൻ ക്രിസ്തു ആയിരുന്നുവെന്ന് യേശു കർത്താവ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24 27 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രത്യേക വാക്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മോശ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലും ഇതേ വാക്യമാണ്. 5:46, ലൂക്കോസ് 24 അവിടെ പറയുന്നത്, കർത്താവ് പറയുന്നത് മോശ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മോശ പറഞ്ഞിരിക്കുന്ന വാക്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരന്മാരുടെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. അത് യേശു കർത്താവിനെ കുറിച്ച് തന്നെയാണെന്ന് യേശു പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം പത്രോസിന്റെ അഭിപ്രായം കൂടി. അദ്ദേഹം യേശു കർത്താവിന്റെ കൂടെ നടന്ന കറ തീർന്ന ഒരു യഹൂദനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 18 വാക്യം തന്നെ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് മോശ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ യേശു കർത്താവാണെന്ന് അപ്പോസ്തലപ്പെടുത്തി 3:21-23 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം സമർത്ഥിക്കുന്നതായിട്ട് കാണാം. ഇതൊന്നും അക്ബർ സാഹിബ് വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ യേശു കർത്താവിന്റെ മറ്റൊരു ശിഷ്യനായ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടപ്പോൾ യേശു കർത്താവിനെ അദ്ദേഹം ഇങ്ങനെയാണ് പരിചയപ്പെടുത്തത്, ന്യായപ്രമാണവും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങളിൽ തോറയ്ക്കകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ആ വ്യക്തി യേശു കർത്താവാണെന്ന് ഫിലിപ്പോസിന് മനസ്സിലാക്കി. ഇനിയും അക്ബർ പറഞ്ഞ അതേ പുസ്തകത്തിൽ നിന്ന് ഞാൻ 1-2 വാക്യങ്ങൾ പറയാം. യോഹന്നാന്റെ സുവിശേഷം 7:40 വാക്യത്തിൽ പറഞ്ഞത്, ആ ജനം സാക്ഷാൽ ആ പ്രവാചകൻ യേശു തന്നെയാണെന്ന്. 5:6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ സത്യം എന്ന് പറഞ്ഞു. 5:47 വാക്യം, നിങ്ങൾ മോശ വിശ്വസിക്കുമായിരുന്നെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വളരെ സ്പഷ്ടമായി നമ്മളോട് പറയുന്നൊരു കാര്യം, ആ പ്രവാചകൻ യേശു ആയിരുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞു, യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു. അന്ന് യേശു താമസിച്ചിരുന്ന കാലങ്ങളിൽ ജനം, തന്നെ കേട്ട ജനം ആ വാർത്ത സമൂഹത്തോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി സംശയലേശമിനെ നമുക്ക് പറയാം, ആ പ്രവാചകൻ മുഹമ്മദ് നബി അല്ല, ആ പ്രവാചകൻ യേശു കർത്താവ് തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മുസ്ലിം സഹോദരന്മാർ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യത്തിലൂടെ ഞാൻ അവിടെ ഉത്തരം പറയട്ടെ. അവർ ചോദിക്കുന്നത്, യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു വന്നതെന്നും മരിച്ചതെന്നും യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്.
മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത്. അപ്പോൾ യേശു പറഞ്ഞത് തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ, പ്രായശ്ചിത്തമായി കൊടുക്കുവാൻ. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി മരിക്കുക, മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുകയാണ്, മറ്റൊരാൾക്ക് പകരക്കാരനായി മരിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ മറുവിലയായി മരിക്കണം. യേശു എന്തിനു വേണ്ടിയാണ് മരിക്കുന്നത്? പ്രായശ്ചിത്ത ബലിയായി. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പൗലോസ് അത് കുറെ കൂടി വ്യക്തമായി പറയുന്നു: വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞ വാചകത്തിന്റെ പൂർത്തീകരണമാണ് തന്റെ ജീവനെ അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുത്തുകൊണ്ട് അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു പ്രത്യേക വാക്യം: ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എന്റെ രക്തം എന്നാണ്. അപ്പോൾ യേശു തന്നെ പറഞ്ഞു, താൻ രക്തം ചൊരിയുന്നത് മറ്റുള്ളവരുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്, അനേകരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു രക്തം ചൊരിയുന്നതെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശു വന്നതും മരിക്കുന്നതും പാപപരിഹാരത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇനിയും മറുവശത്ത് ഇത് പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്കതിന് ഉത്തരം തിരുവഴുത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ കടന്നു വരാറുണ്ടല്ലോ, മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി അവർ കടന്നു വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കടന്നു വന്നാൽ അവരിവിടെ വന്ന് കഴിഞ്ഞ ശേഷമല്ല വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. എന്തിനു വേണ്ടി വന്നു, ആരാ വരുന്നൊക്കെ. കഴിഞ്ഞ ദിവസം ബിൽ ക്ലിന്റൺ ഇവിടെ നമ്മുടെ രാജ്യം സന്ദർശിച്ചപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തീരുമാനമൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ്, ഏറ്റവും കുറഞ്ഞ 1 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച് അവര് കാര്യങ്ങൾ ക്രമീകരിച്ചു. എന്ന് വരും, എപ്പോഴാണ് വരുന്നത്, ഏത് ഫ്ലൈറ്റിനാണ് വരുന്നത്, വരുന്നതിന് ഉദ്ദേശം എന്താണ്, ഏതെങ്കിലും രാജ്യങ്ങൾ സന്ദർശിക്കും, ആരുമായിട്ടൊക്കെ കൂടിക്കാഴ്ചകൾ നടത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യുക. അന്ന് അവർ വരുന്നതിന് അന്ന് തീരുമാനമൊന്നുമല്ല. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇന്നതിന് വേണ്ടിയാണ് വന്നത്, ഇന്ന കാര്യമാണ്, ഞാൻ ഇന്ന ആളാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നേരത്തെ തയ്യാറാക്കപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു. ഇവിടെ വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി വന്നത്. ഒരു സ്റ്റേജിൽ പോലും ബിൽ ക്ലിന്റൺ സ്വയം പരിചയപ്പെടുത്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ പേര് ബിൽ ക്ലിന്റൺ, ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്, അമേരിക്കയുടെ പ്രസിഡന്റ് ആണെന്നൊന്നും ആരും പറഞ്ഞില്ല. അദ്ദേഹത്തിന് മുന്നോടിയായി പോകുന്ന ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാര് ഒരു പ്രസംഗത്തിന് വേണ്ടി വന്നാൽ പോലും പൈലറ്റായി വരുന്ന പല വാഹനങ്ങളിൽ ആൾക്കാർ പ്രസംഗിച്ചുകൊണ്ട് വരും. നമ്മുടെ പിന്നാലെ ഒരുത്തർ വരുന്നുണ്ട്, അദ്ദേഹം പ്രസംഗിച്ച് ഇന്നാളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സ്ഥാനം, യേശു കർത്താവിന്റെ ജന്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശു ഭൂമിയിലേക്ക് വന്ന ഉദ്ദേശം എന്ന് പറയുന്നത് അന്നേരം തീരുമാനമൊന്നുമല്ല. ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെ ആദാമിനെ ഔവ്വായിക്കും തന്നെ, ആദാമിനോട് ഔവ്വയോടും തന്നെ കർത്താവ് ആ വാഗ്ദത്തം ആദ്യമേ കൊടുത്തു. അത് പ്രവാചകന്മാരിലൂടെ ആവർത്തിച്ച് പറഞ്ഞു. പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരും അവനെ കുറിച്ച് എഴുതി വെച്ചു. അവൻ എവിടെ ജനിക്കുമെന്നും എന്തിനു വരുമെന്നും അവന് പേരെന്തായിരിക്കുമെന്നും ഏത് കാരണത്തിന് വേണ്ടിയാണ് വരുന്നതെന്നും എല്ലാം അവനെ കുറിച്ച് എഴുതി വെച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ദീർഘദർശിയായ യെശയ്യാവ് യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായി വസ്തുനിഷ്ഠമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കടന്നു വന്നതിന്റെ കാരണം എന്താണ്? അവൻ പാപമോചനത്തിന് നമ്മുടെ അതിക്രമങ്ങളെല്ലാം അവന്റെ മേൽ ചുമത്തപ്പെട്ടു, അവനെങ്ങനെ മരിക്കുന്നതായിട്ട് ദീർഘദർശിയായ പ്രവാചകൻ വെളിപ്പെട്ടു. അതുപോലെ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് 7-ാം അധ്യായം, യെശയ്യാ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മീഖാ പ്രവചനം 5-ാം അധ്യായത്തിൽ അവന്റെ പേര് ജനിക്കുന്ന സ്ഥലം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, ലോകസ്ഥാപനങ്ങൾക്കും അടുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. അതുകൊണ്ട് ദൈവം തമ്മിൽ ഒരു ദിവസം ചെയ്ത തീരുമാനമല്ല. മനുഷ്യൻ പാപത്തിൽ വീണ് അന്ന് മുതൽ തന്നെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിപാടികളും ദൈവം തമ്പുരാൻ തുടങ്ങി. അതിന്റെ പൂർത്തീകരണം കാൽവരി ക്രൂശിൽ നടക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇന്നതിന് വേണ്ടിയാണ് വന്നതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പ്രവാചകന്മാരിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതറിയാമെന്നതുകൊണ്ടാണ് കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ യേശു കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കർത്താവും സ്വയം പറയുകയും ചെയ്തു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി പ്രവാചക വാക്യം നമുക്ക് വളരെ സ്പഷ്ടമായി യേശു ക്രിസ്തു വന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം, യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശു തന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യം ബൈബിൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ഭംഗിയായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്.
എന്നാൽ ഈ ചോദ്യം ഒരു പ്രസക്തമാണ്. അതിനോട് ഉത്തരം പറയട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അറിയിച്ചിരുന്നു. അത് യേശു കർത്താവ് സ്വയം പറഞ്ഞൊരു കാര്യമാണ്. അവിടെ കർത്താവ് പറയുന്നത് എന്ന് സർവശക്തനായ ദൈവമായ കർത്താവ് അറിയിച്ചിരുന്നു. അപ്പോൾ കർത്താവ് സ്വയം പറഞ്ഞൊരു വാക്യമാണ് താൻ ദൈവമാണെന്നുള്ള കാര്യം. ഇനിയും സുവിശേഷങ്ങളിലേക്ക് തന്നെ വരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യത്തിൽ, അവിടെ കിടന്ന സംഭാഷണ മധ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു കർത്താവിന്റെ സംഭാഷണം കേട്ട ജനം കർത്താവിനോട് പറഞ്ഞൊരു വാചകമുണ്ട്: നീ നിന്നെ തന്നെ ദൈവമാക്കി. കർത്താവിന്റെ പേരിൽ ആരോപിച്ചൊരു ആരോപണമാണ്. പക്ഷെ ഒരിക്കൽ പോലും കർത്താവ് അതിനെ നിഷേധിച്ചില്ല. ഞാൻ ദൈവമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊന്നും കർത്താവ് ആരോടും പറഞ്ഞതായിട്ട് നമ്മളെ കാണാൻ കഴിയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്: അവൻ ദൈവത്തോട് തന്നെ തന്നെ സമമാക്കി എന്നവര് കർത്താവിന്റെ പേരിൽ ഒരു ആരോപണം വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ആരോപണം അവർ പറയുമ്പോഴും കർത്താവിനെ നിഷേധിക്കുന്നില്ല. കർത്താവിന്റെ പ്രഭാഷണത്തിൽ താൻ ദൈവപുത്രനാണെന്നും തനിക്ക് ന്യായവിധിയെല്ലാം ദൈവം പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന യഹൂദന്മാർക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ ദൈവമാണെന്ന് അവൻ തന്നെത്താൻ ദൈവത്തോട് സമനാക്കി എന്നുള്ളതാണ്. അത് കർത്താവ് ഒരിടത്ത് നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന തോമസ് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് വിളിച്ചു. അത് ചില പറയും അതിശോക്തിപരമായിട്ട് പഠനം കണ്ടപ്പോൾ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്ന പോലെ വിളിച്ചാണ്. അല്ല, വാസ്തവത്തിൽ അവൻ ദൈവവും കർത്താവുമായതുകൊണ്ട് അവനെ വിളിച്ചതാണ്. ഞാൻ പറയട്ടെ, യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് പുത്രനെ പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കണം. അതിന്റെ അർത്ഥം എന്താ? പിതാവിന് എന്തെല്ലാം ബഹുമാനം അറിയിക്കുന്നു അത്രയും ബഹുമാനത്തിന്റെ പുത്രനും അർഹനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിതാവിനോളം ബഹുമാനം അറിയിക്കുന്ന പുത്രനാണ് ദൈവം തമ്പുരാൻ തന്നെയാണ്, ദൈവം തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ യേശു കർത്താവിനെ ഇവർ വിളിച്ചപ്പോൾ യേശു കർത്താവ് നിഷേധിച്ചിരുന്നുവെങ്കിൽ, തോമസെ നീ വിളിച്ചതുപോലെ ഞാൻ ദൈവവും കർത്താവൊന്നും അല്ല എന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ വാക്യം അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ആ വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കർത്താവ് അത് താൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് എന്റെ മുമ്പിൽ മൗനം പാലിക്കുകയായിരുന്നു. മാത്രമല്ല, ഇവർ പറയുന്നതനുസരിച്ച് അക്ബറിന്റെ ഇതുവരെയുള്ള വേദപുസ്തക പഠനത്തിൽ നിന്ന് അക്ബർ നേടിയിരിക്കുന്ന ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് യേശു കർത്താവ് കേവലം ഒരു പ്രവാചകൻ മാത്രമാണെന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഒരു വ്യക്തിക്ക് ഒരേ സമയം പല സ്ഥാനങ്ങളിൽ നിർവഹിക്കാൻ കഴിയും. യേശു കർത്താവിനെ പ്രവാചകൻ എന്ന് വിളിച്ചിട്ടുണ്ട്, മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്, ദൈവപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു എന്ന് വിളിച്ചിട്ടുണ്ട്. പല പേരിൽ കർത്താവ് അറിയപ്പെടുന്നു. അതുകൊണ്ട് ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ നമുക്ക് അർത്ഥമാക്കാൻ പറ്റില്ല. കാരണം ഒരു കുടുംബത്തിലെ ഒരു പിതാവ് മക്കളെ സംബന്ധിച്ച് അദ്ദേഹം പിതാവാണ്. പിതാവായിരിക്കുമ്പോൾ തന്നെ തന്റെ ഭാര്യയ്ക്ക് അദ്ദേഹം ഭർത്താവാണ്, തന്റെ അപ്പനും അമ്മയ്ക്ക് അദ്ദേഹം മകനാണ്, നാട്ടുകാർക്ക് അദ്ദേഹം സ്നേഹിതനാണ്, അയൽക്കാരനാണ്. അപ്പൊ ഒരു വ്യക്തിയാണ്, പല പേരുകളിൽ പല സ്ഥാനങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നു. അതും അതിന്റെ അർത്ഥം എന്താ? ഒരേ ഒരു സ്ഥാനം മാത്രം നിർവഹിക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പല പേരും അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ പല സ്ഥാനങ്ങൾ നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് മറ്റ് ഇല്ലാതായി തീരുന്നു നമുക്ക് വാദിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് യേശു കർത്താവിന്റെ ദൈവത്വം വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ട വേദപുസ്തകം പറയുന്ന ഒരു കാര്യമാണ്. ചില വാക്യങ്ങൾ മാത്രം അക്ബർ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് യേശു ക്രിസ്തു ദൈവത്തെ കുറിച്ച് നിഷേധിക്കുന്നത്. എന്നാൽ അദ്ദേഹം യേശു ക്രിസ്തു ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി എടുക്കുന്ന യോഹന്നാന്റെ സുവിശേഷമാണ്. അത് ഏറ്റവും കൂടുതൽ വാക്യം ഉദ്ധരിക്കുന്ന യോഹന്നാൻ സുവിശേഷമാണ്. അവിടെ തന്നെ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്ന തന്നെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ആധികാരികമായി സമർത്ഥിച്ചുകൊണ്ടാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ വാക്യങ്ങളെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ടാണ് കേവലം പ്രവാചകനാണെന്ന് യേശുവിനെ സ്ഥാപിക്കുവാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തോട് എനിക്കുള്ള അപേക്ഷ എന്ന് പറയുന്നത് വേദപുസ്തകം നന്നായി വായിക്കുവാൻ സഹോദരൻ ശ്രമിക്കണമെന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ആദാമാണല്ലോ പാപം ചെയ്തത്. മറ്റൊരു ചോദ്യമാണ്, ആദാം പാപം ചെയ്താൽ നാം എല്ലാവരും ഇതിനെ ശിക്ഷിക്കപ്പെടണം. ആദാമിനെ ദൈവം ശിക്ഷിച്ചു തോട്ടം നിലയ്ക്ക് വിട്ടു, അതുകൊണ്ട് ഇനി മറ്റുള്ളവർ ഇനി ശിക്ഷിക്കപ്പെടണോ എന്നുള്ളതാണ്. സഹോദരന്മാര് ആ വിഷയത്തെ കുറിച്ച് കാര്യമായി ഗ്രഹിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ആദാം പാപം ചെയ്തു, ആദാമിന് ദൈവം ശിക്ഷയും കൊടുത്തു. പക്ഷേ ആദാമിന്റെ പാപം സകല മനുഷ്യരിലേക്കും കടന്നു.
റോമാലയാണ് 3-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തില്ലാത്തവരായി തീർന്നു എന്ന് നാം വായിക്കുന്നു. അതോടൊപ്പം തന്നെ 5-12 വാക്യത്തിൽ പറഞ്ഞ ഏക മനുഷ്യനിൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. അപ്പൊ ആദാമിന്റെ പാപം ആദാമിന് മാത്രമല്ല, ആദാമിന്റെ പാരമ്പര്യത്തിൽ പിറന്ന സകല മനുഷ്യന് ഒരുപോലെ സമ്പാദിച്ചു, ഒരുപോലെ ലഭിച്ചു. അതുകൊണ്ട് എല്ലാവരും പാപത്തിന് അടിമയായി. അതുകൊണ്ട് ആദാം മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ മതിയോ? പോരാ. പാപത്തിന്റെ ശിക്ഷ, അനന്തരഫലം എല്ലാവർക്കും ഉണ്ടാവും. ആദാമിനെ മാത്രം ശുദ്ധീകരിച്ചാൽ സർവ്വമാനവജാതിയുടെ പാപം ശുദ്ധീകരിക്കപ്പെടുമോ? ഇല്ല. ഞാൻ പറയാം, സാധാരണയൊക്കെ നമ്മുടെ വീടിന്റെ മുകളിൽ വലിയൊരു ടാങ്കിനകത്താണ് വെള്ളം കെട്ടിയിരിക്കുന്നത്. ആ ടാങ്കിലെ വെള്ളം നമ്മുടെ മുറിക്കകത്തുള്ള പല പാത്രങ്ങളിലേക്ക് വരും. അടുക്കളയിലിരിക്കുന്ന പാത്രങ്ങൾ, ബാത്റൂമിൽ ഇരിക്കുന്ന പാത്രങ്ങൾ, എല്ലായിടത്തും വെള്ളം ശേഖരിച്ച് വെക്കാൻ പറ്റും. എല്ലായിടത്തും രാവിലെ വെള്ളം ശേഖരിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ടാങ്കിനകത്ത് വിഷം കലർന്നിട്ടുണ്ട്. വീട്ടുടേ വിചാരിക്കുക ടാങ്ക് ശുദ്ധീകരിച്ചു, അദ്ദേഹം പെട്ടെന്ന് ടാപ്പ് ഓഫ് ചെയ്തു, ടാങ്ക് ശുദ്ധീകരിച്ചു. അതിന്റെ അർത്ഥം കരയ്ക്കകത്ത് കലങ്ങളിലെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം പിടിച്ചു വെച്ച് വെള്ളം ശുദ്ധിയാണെന്നാണോ? അല്ല. അതിന്റെ സോഴ്സ് ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ അതെവിടെല്ലാം പകർന്നു നിന്നിട്ടുണ്ട് പാത്രങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടാത്തോളം കാലം കലത്തിരിക്കുന്ന വെള്ളം എപ്പോഴും അത് വിഷം കലർന്നതാണ്. ഇതുപോലെ തന്നെ മനുഷ്യന്റെ പാപം ആദാമിന് ഉത്ഭവിച്ചുവെങ്കിലും അത് സർവ്വ മനുഷ്യരിലേക്ക് പകർന്നു. അതുകൊണ്ട് ആദാമിനെ ശുദ്ധീകരിച്ച മാത്രം പോരാ, നമുക്ക് ഓരോരുത്തർക്കും ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് സർവ്വ മാനവജാതിക്കും വേണ്ടി മരിച്ചതാണ്. അവനെ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി രക്ഷ നൽകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.